അത്. അപ്പൊ ചട്ടുകം വിചാരിക്കണം, ഓഹോ അങ്ങനെയാണോ, അപ്പൊ ഞാൻ നന്നായി പായസം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്താ ശരി ഞാനൊന്ന് കുറച്ച് മാറിയിരിക്കാം, അതായത് ഇനി എന്നെ ഉപയോഗിച്ചിട്ട് പായസം ഉണ്ടാക്കാനായിട്ട് വരുന്നത് കാണട്ടെ, ഞാൻ ഇന്ന് മുതൽ സമരത്തിലാണ് എന്നുള്ള രീതിയിൽ ചട്ടുകം മാറിയിരുന്നു. പിറ്റത്തെ തവണയും ഇദ്ദേഹം പായസം ഉണ്ടാക്കാനായിട്ട് വന്നു എന്ന് വിചാരിക്കുക. ഈ ചട്ടുകത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ചട്ടുകം പറഞ്ഞു, ഞാൻ ഇന്നില്ല, ഞാൻ സമരത്തിലാണ്, പായസം ഉണ്ടാക്കാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പായസം ഉണ്ടാക്കാതിരിക്കുകയാണോ ചെയ്യാം? അല്ല, അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അദ്ദേഹം വേറൊരു ചട്ടുകം എടുത്തിട്ട് വരും, എന്നിട്ട് പായസം ഉണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ പഴയതിനേക്കാൾ നല്ല രുചിയിലൊക്കെ ആയിരിക്കും പായസം വന്നിട്ടുണ്ടായിരിക്കുക. ഈ പായസം ഉണ്ടാവണമെങ്കിൽ നന്നായി പാല് വേണം, അതുപോലെ അതിലേക്ക് ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് മധുരമുള്ള പഞ്ചസാരയൊക്കെ വേണം, നന്നായിട്ട് വിറകൊക്കെ കത്തണം. എന്നാലൊക്കെയാണ് പായസം ഉണ്ടാക്കുക. അല്ല, ചട്ടുകത്തിന്റെ ഗുണം കൊണ്ടേ അല്ല പായസം നന്നാവുന്നത്. പക്ഷെ അത് ചട്ടുകത്തിന് മനസ്സിലാവില്ല. അത് വിചാരിക്കണത് അതിൻ്റെ കാര്യങ്ങൾ കൊണ്ടാണെന്ന്. ഇതെല്ലാം ഉണ്ടാക്കുന്ന വേറൊരാളുണ്ട് എന്നുള്ള കാര്യം ഈ ചട്ടുകം മനസ്സിലാക്കണില്ല.